എന്തിനാ ഇതൊക്കെ ഇങ്ങനെ ഉറപ്പിച്ച് പറയുന്നറിയോ? ഈ കൗമിന്റെ മനസ്സിലൊന്ന് കയറാൻ, ഇനിയെങ്കിലും ഖുർആൻ ഒന്ന് കയറട്ടെ, ഹദീസ് ഒന്ന് കയറട്ടെ, ഒന്ന് മനസ്സിലാക്കട്ടെ, അതിനുവേണ്ടി ഇങ്ങനെ തറപ്പിച്ച് പറയുന്നത്. കേറുന്നില്ല, പിന്നെയും ദുനിയാവ് 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 ദുനിയാവ്. ആണ് പെണ്ണാകുന്ന കാലം ഇല്ലേ? മറ്റേ സാധനം മാറ്റി വെച്ചാൽ മതി, അതുമായി. അല്ല, അത് ചിരിക്കാൻ എന്താ? അതായില്ലേ? അതുമായില്ല അബീബേ. ഇപ്പൊ ഒരു പെണ്ണെ മാറ്റി വെച്ച് കിടന്ന് കരയുക, എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടും, സാധിക്കുന്നില്ല, നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം. ഓൺലൈനിലൂടെ ദുആ കൊണ്ട് അഭ്യർത്ഥന. മൂത്രമൊഴിക്കാൻ വയ്യാന്ന്, ഞാൻ മാറ്റി വെച്ചതാ സാധനം, പക്ഷേ എനിക്കിപ്പോൾ മൂത്രമൊഴിക്കാൻ പോലും പറ്റുന്നില്ല, നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ, ഞാൻ 3 ഓപ്പറേഷൻ കഴിഞ്ഞു, ശരിയാവുന്നില്ല എന്ന്. അല്ലാഹു തആല കൊടുത്ത സാധനമേ, അതിന് നമ്മളായിട്ട് മാറ്റാൻ നിന്നാൽ പിന്നെ നമ്മൾ എത്ര ദുആ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടാകാതെ. ഓരോരുത്തർക്കും അള്ളാഹു ഓരോ തർത്തീബ് അനുസരിച്ച് അവൻ്റെ രീതി അനുസരിച്ചാണ് അള്ളാഹ് സൃഷ്ടിച്ചത്. അത് മാറ്റം വരുത്താൻ ആർക്കും അവകാശമില്ല. യാ അയ്യുഹന്നാസ് യാ അയ്യുഹൽ ഇൻസാൻ മാ ഗർറക ബിറബ്ബികൽ കരീം الذي خلقك فسواك فعدلك في أي صورة ما شاء ركبك. നിന്നെ എത്ര സുന്ദരനാക്കിയടാ അള്ളാഹ് എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് അങ്ങോട്ട് തന്നത്. എത്ര സുന്ദരനും എത്ര സുന്ദരിയുമാക്കി അല്ലാഹു തആല നിന്നെ സൃഷ്ടിച്ചെന്ന. നിന്നെ ആരാ ഇതിന് തെറ്റിച്ചളഞ്ഞത്? ഇതിങ്ങനെ മാറ്റി വെക്കണം, അവൻ്റെ അടുത്ത് ഇതിനകത്ത് വെക്കണം, ഇതിൻ്റെ അടുത്ത് അതിനകത്ത്. ഇത് ആരാടാ ഇത് പഠിപ്പിച്ചത് നിന്നെ? അള്ളാഹ് ചോദിക്കുക, ഞാനല്ല. മാ ഗർറക ബിറബ്ബിക്കൽ കരീം, നിന്റെ റബ്ബിനെ ആരാ വഞ്ചിച്ചു കളഞ്ഞത്? ഇത് ആരാ പറഞ്ഞത് ഇങ്ങനെയൊന്നും ഇല്ല, അങ്ങനെയല്ല, ഇങ്ങനെ ആക്കാം, അങ്ങനെയൊക്കെ ആകാന്ന്? ആരാ പറഞ്ഞത്? ആണിനുള്ളത് അല്ലാഹു തആല ആണിന് വേണ്ടിയിട്ടുള്ളതാണ്, പെണ്ണിനുള്ളത് അല്ലാഹു തആല പെണ്ണിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇവരുടെ രണ്ടുപേരുടെ ബന്ധങ്ങളിലൂടെയാണ് അല്ലാഹു തആല ആണിനെയും പെണ്ണിനെയും അല്ലാഹു ദുനിയാവിൽ നൽകുക. ഖുർആൻ യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കറിൻ വ ഉൻസാ. ദക്കർ ഉൻസ രണ്ടും അല്ലാഹ് പറഞ്ഞ എന്തിനാ പിന്നെ ഇവിടെ? ഇപ്പൊ ചില പെണ്ണുങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് പെണ്ണുങ്ങൾ മാത്രം മതി, ലെസ്ബിയൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്ന. 2 താത്താമാർ ഇപ്പോൾ പോയിട്ട് കണ്ടില്ലേ, ഞങ്ങൾ മാത്രം മതി എന്നാണ്. ആ ഒരു തർത്തീബ് ഇസ്ലാമിലുണ്ടോ? ആണും പെണ്ണും ആണും പെണ്ണും എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ആണിനെ ആണാക്കി പെണ്ണിനെ പെണ്ണാക്കി സൃഷ്ടിച്ചെങ്കിൽ ഇത് രണ്ടും സമമാവൂല. സമാവൂ അബീബേ? ഇവിടെ ഇപ്പൊ ഒരാണ് ഒരു ബോഡി ധരിച്ചു, പെണ്ണാവോ? ആവൂല. ഒരു പെണ്ണ് പാന്റ് ധരിച്ചു, ടീഷർട്ട് ഇട്ടു, ആണാവോ? ഇല്ല. ഖുർആന്റെ പ്രഖ്യാപനമാണിത്. അല്ലാഹു തആല ആണിനെ കൊണ്ട് സത്യം ചെയ്തു, പെണ്ണിനെ കൊണ്ട് സത്യം ചെയ്തു. വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ലാ വമാ ഖലഖൽ ദക്കറ വൽ ഉൻസാ. രാത്രിയെ തന്നെയാണ് സത്യം, പകലിനെ തന്നെയാണ് സത്യം, ഈ ആണിനെ തന്നെയാണ് സത്യം, ഈ പെണ്ണിനെ തന്നെയാണ് സത്യം. ഈ ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചത്. വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ. അതിലൂടെ ധാരാളം ആണുങ്ങളെയും പെണ്ണുങ്ങളെയും സൃഷ്ടിച്ച തങ്ങളുടെ നാഥനുണ്ടല്ലോ, അവനെ നിങ്ങൾ സൂക്ഷിക്കണേ, ഭയപ്പെടണമേ. ഖുർആൻ അല്ലാഹ് പറഞ്ഞ വാക്കല്ലേ ഇത്? ആണ് വേറെ പെണ്ണ് പറയുന്നത്. പിന്നെ എങ്ങനെ ആണ് പെണ്ണാവും, പെണ്ണാണാവും? പിന്നെങ്ങനെ ആണ് പെണ്ണാവും, പെണ്ണാണാവും? ആവൂല. എങ്ങനെയാവും? അല്ലാഹു സുബ്ഹാനഹു വ തആല ആണുങ്ങളുടേതായ ചില കപ്പാസിറ്റിയും കഴിവുകളും രീതികളും രൂപങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. പെണ്ണിന് പെണ്ണിൻ്റെതായ ശൈലിയും വെച്ചിട്ടുണ്ട്. അവക്കില്ലാത്തത് നമുക്കുണ്ട്, നമുക്കില്ലാത്തത് അവർക്കുണ്ട്.
അതങ്ങനെയാണ് അതിന്റെ തർത്തീബ്, അങ്ങനെയാണ്. പടച്ചവൻ ഖുർആനിൽ പറഞ്ഞതല്ലേ, ആണിന് വേറെ പെണ്ണിന് വേറെ പ്രത്യേകം എടുത്തു പറഞ്ഞല്ലോ. പിന്നെ പെണ്ണ് കൊണ്ട് മാത്രം പെണ്ണിനെ തൃപ്തിപ്പെടുകയും ആണ് കൊണ്ട് മാത്രം ആണായിട്ടും പെണ്ണ് കൊണ്ട് മാത്രം തൃപ്തിപ്പെടുകയും ചെയ്താൽ അതാണ് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. ഞാൻ ആദ്യം ഒരു ഹദീസ് കൊണ്ട് തുടങ്ങിയില്ലേ, പറഞ്ഞുതരാം. ഇദസ്തഗ്നൻ നിസാഉ ബിന്നിസാ വർരിജാലു ബിർരിജാൽ. 1000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസാണ് കേട്ടോ. ആണിനെ കൊണ്ട് പെണ്ണിനെ കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു കാലം വന്നാൽ, ലെസ്ബിയന്റെ കാലം വന്നാൽ, ഗേയുടെ കാലം വന്നാൽ നബിയേ പറഞ്ഞു കൊടുക്കണേ, ഫബശ്ശിറുഹും ബിറീഹിൻ ഹംറാ. പ്രകൃതിക്ഷോഭങ്ങളെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കണേ. കൊടുങ്കാറ്റടിക്കും കേട്ടോ, പ്രകൃതി ക്ഷോഭിക്കും കേട്ടോ, ഭൂമികുലുക്കമുണ്ടാകും, ഭൂകമ്പമുണ്ടാകും, ഉരുൾപൊട്ടലുണ്ടാകും കേട്ടോ. ബഹുമാനപ്പെട്ട ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ഒരു കൂട്ടം സ്വഹാബാക്കൾ പോയിട്ട് ചോദിക്കുകയാണ്, മഹദി അവർകളെ, യാ ഉമ്മുൽ മുഅ്മിനീൻ ഹദ്ദിസ്നി അനിസ് സൽസല, ഇടയ്ക്കിടയ്ക്ക് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള കാരണം എന്ത്? ഇടയ്ക്കിടയ്ക്ക് ഈ മഴ, വല്ലാത്ത മഴ ശല്യപ്പെടുത്തുന്ന വല്ലാത്ത മഴ, പ്രകൃതി ദുരന്തം, പ്രകൃതിക്ഷോഭം, ഇതൊക്കെ ഉണ്ടാകാനുള്ള കാരണം എന്ത്? എന്തുകൊണ്ടാണ് കടൽ അടങ്ങാത്തത്? ഇടയ്ക്കിടയ്ക്ക് കടൽ ക്ഷോഭിച്ചുകൊണ്ട് അതിന്റെ തിരമാല കൊണ്ട് ഞങ്ങളെ കവർന്നെടുത്ത് ഞങ്ങളെ തിന്നുകളയുകയല്ലേ? അതിനുള്ള കാരണമൊന്ന് വിവരിക്കൂ. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, വ്യഭിചരിക്കാൻ പരസ്യമായ സർട്ടിഫിക്കറ്റ് ഏതൊരു സമുദായം, ഏതൊരു സർക്കാർ, ഏതൊരു ഭരണകൂടം നൽകുന്നുവോ, പലതരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ വിപണിയിൽ സുസജ്ജമാണോ, ലഭിക്കുന്ന കാലം വരുവോ, വാക്കലോ അരിബാ, പലിശയുടെ പല ഭാഗങ്ങളിലൂടെ ആരൊക്കെയാണോ അത് കഴിക്കുന്നത്, അങ്ങനെ ഒരു കാലം വന്നാൽ പ്രകൃതിക്ഷോഭം നിലയ്ക്കുകയേ ഇല്ല കേട്ടോ. ആരാ പറഞ്ഞത്? 1000 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ പ്രവാചകൻ നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് ഈ സത്യാവസ്ഥകൾ വിളിച്ചു പറഞ്ഞില്ലേ? 21-ാം നൂറ്റാണ്ടിലെ ഈ വർത്തമാന കാലഘട്ടത്തിൽ താമസിക്കുന്ന ഞാനും നിങ്ങളും തലയിൽ കൈവച്ച് പറയുകയാണ്, ഇതെന്തോ ഒരു പ്രകൃതിക്ഷോഭമാ, ഇതെന്തോ ഒരു മഴയാണ്, ഇതെന്തോ ഒരു വെള്ളപ്പൊക്കമാ. ഇത് പറയാനുള്ള കാരണം എന്തേ? പരസ്യമായ വ്യഭിചാരങ്ങൾ വ്യാപിച്ചുപോയി, പരസ്യമായി ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചു പോയി, പരസ്യമായി പലിശകൾ മനുഷ്യൻ തിന്നു തുടങ്ങി. ഇത് നിർത്താൻ പറ്റുമോ? മുടിയാത് എന്നാൽ ഞാൻ വിടമാട്ടേ, വീണ്ടും ശിക്ഷ വന്നോണ്ടേയിരിക്കും. അതാണ് അതിനർത്ഥം. നടക്കോ? ഇത് ഒഴിവാക്കാൻ തയ്യാറുണ്ടോ? ഇല്ല. ഷട്ടർ പൊട്ട, ഡാമിന്റെ തന്നെ പൊട്ടണം, അള്ള കാക്കട്ടെ. അതെങ്ങാനും പൊട്ടിയാല് പിന്നെ നമുക്ക് കിടക്കാൻ പറ്റുമോ? ആര് രക്ഷപ്പെടുത്താൻ വരാൻ? തനിയെ പൊട്ടി അടുത്ത സമയത്ത് ഷട്ടർ വായിച്ചില്ലേ? പത്രത്തിൽ വായിച്ചില്ലേ? നിങ്ങൾ രണ്ടുപേരും തലയാട്ടണം, അല്ലെ ഞാൻ കള്ളത്തരം പറയുമെന്ന് വിചാരിക്കും. ചില പത്രം വായിക്കാത്തൊരു കൂട്ടത്തിലുണ്ട്. ഇല്ലേ ഉസ്താദ്? വായിച്ചില്ലേ? അതന്നെ, ഇടയ്ക്കിടയ്ക്കൊക്കെ വായിക്കണം, പത്രമൊക്കെ വായിക്കണം. തനിയെ ഷട്ടർ പൊട്ടിയെന്ന് അല്ലോ പടച്ചോ കാത്ത്, അതൊക്കെ അള്ള പിടിച്ചിരുത്തുന്നതാ. ഈ കടലിനെ അള്ള പിടിച്ചിരുത്തുന്ന. ഇവിടെ അടുത്തല്ലേ കടല്? എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്? 12 കിലോമീറ്റർ വരും. 10 കടലിന് 10 കിലോമീറ്റർ വലിയ കാര്യമാണോ? 40 കിലോമീറ്റർ പത്തനാപുരത്തോട്ട് വലിയ കാര്യമാണോ? നിങ്ങൾ കടലിനടുത്ത് പോയിട്ട് നിന്നിട്ട് കടലിന്റെ ഉള്ളിലോട്ട് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? നമ്മളെക്കാളും പൊങ്ങിയിട്ടാണോ അതുള്ളത്, താന്നിട്ടാണോ ഉള്ളത്? പൊങ്ങിട്ടല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? 6 അടി മുകളിലോട്ടാണ് നിൽക്കുന്നത്. എന്തിനറിയോ? തെള്ളി നമ്മളെ അകത്തിടാൻ. അതിന്റെ തർത്തീവിൽ അള്ളാഹ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ലൈസ മിൻ ബഹരിനില്ല
ലൈസ മിൻ ലൈലത്തിൻ ഇല്ലാ വൽ ബഹറു യുശ്രിഫു ഫീഹാ സലാസ മറാത്ത്. എല്ലാ രാത്രിയും നമ്മൾ അഴീക്കൽ കടലിന്റെ ഓരത്ത് പോയിരുന്ന് ചീട്ട് കളിക്കുകയും നമ്മൾ RDX തിന്നുകയും കഞ്ചാവ് ലഹരി ഉപയോഗിക്കുകയും ചെയ്യുന്നില്ലേ? ഓർക്കണേ, ആ കടല് അള്ളാഹുവിനോട് പറയുകയാണ്, നാദാ, ഈ അഹങ്കാരികൾ എന്റെ മുന്നിൽ വന്ന് കാണിക്കുന്ന തമ്മാടിത്തരം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, ഞാൻ ഇവരെ ഒന്ന് പിടിക്കട്ടെയോ അല്ലാ. അള്ളാഹുവിനോട് കടൽ ചോദിക്കുകയാണ്, പടച്ചവനെ, ഞാൻ ഈ തിരമാല കൊണ്ട് ഇവരെ ഒന്ന് പൊതിയട്ടെയോ അല്ലാ. ഒരു സുനാമി അടിപ്പിക്കട്ടെ. ഉടനെ അല്ലാഹ് അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് കടലിനോട് പറയും, അടങ്ങ് കടലേ, അടങ്ങണേ, അടങ്ങണേ. അതുകൊണ്ടാ സ്വസ്ഥമായിട്ട് അവിടെ കടൽ അവിടെ കിടക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങളുടെ ആ കല്ലുണ്ടല്ലോ, ആ ത്രികോണക്കല്ല്, ഇതൊന്നും കടലിനൊന്നും വലിയ കാര്യമൊന്നുമില്ല. വലിയ വലിയ ബഹുനില കെട്ടിടങ്ങളൊക്കെ എടുത്ത് പറിച്ചുകൊണ്ട് പോകുന്നത്. പിന്നെ ആ കല്ല് കൊണ്ട് കടലിനെ ഇങ്ങോട്ട് വരാതിരിക്കാൻ കല്ലിട്ടേക്കുക. ഇതൊക്കെ വലിയ കാര്യമായി. ഈ കല്ലിനെ അതിജയിച്ചിട്ട് എത്ര റോഡാ നശിപ്പിച്ചു കളഞ്ഞത്. പിന്നെ അള്ളാന്റെ കരുണയാണ്. അടങ്ങ് കല്ല്, അടങ്ങ്. എല്ലാ ദിവസവും രാത്രി കടൽ 3 പ്രാവശ്യം അള്ളാഹോട് പറയും, ഓ ഇവർ കാണിക്കുന്ന കണ്ടോ ഉടച്ചവനെ. ഞാനൊന്ന് സഹിക്ക വയ്യാതെ വരുമ്പോഴാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു ഇച്ചിരി ക്ഷോഭം ഒന്ന് കൂട്ടി പരിസരക്കാരെ ഒക്കെ ഒന്ന് പേടിപ്പിക്കുന്നത്. ഇത് അള്ളാഹ് പിടിച്ചു വെച്ചത് കൊണ്ടാണ്, അവൻ കാരണം നമ്മളോട് ചെയ്യുന്നത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ 40 കിലോമീറ്റർ 50 കിലോമീറ്റർ അപ്പുറത്ത് കടന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. വരേണ്ടത് അവിടെയും വരും. ഇതൊക്കെ ദുആ, അള്ളാന്റെ കരുണയാണ്, അവന്റെ കാരുണ്യമാണ്. അതുകൊണ്ട് നമ്മൾ ഇതിൽ നിന്നെല്ലാം വർജിക്കണം, ഒഴിവാകണം, അതിന് പരിശ്രമിക്കണം. കുറേശ്ശെ നമ്മൾ പരിശ്രമിക്കണം. ബോധവൽക്കരണം നടത്തണം. നമ്മുടെ ചെറുപ്പക്കാരെ വിളിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വാപ്പയും ഉമ്മയും അവരവരുടെ വീട്ടിലെ മക്കളെ അവർ നന്നാക്കുക. അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ നാട്ടുകാരെ മൊത്തം നന്നാക്കാൻ പറ്റൂല. ഇപ്പൊ ഇവിടെ വെള്ളം അടിക്കുന്ന വന്ന് വാത് വെക്കാൻ പറ്റുമോ? ഇപ്പൊ ഉസ്താദ് പറയും, ഇപ്പൊ സാമൂഹിക ലഹരി, സാമൂഹിക തിന്മകൾക്കെതിരെ ഉസ്താദ് ഒരു പ്രഭാഷണം നടത്തണം. അതെ, ഓക്കെ, ഞാനിപ്പോ ഇവിടെ ഒന്ന് പ്രഭാഷണം നടത്തണമെങ്കിൽ വെള്ളം അടിക്കുന്നവൻ വരണ്ടേ സദസ്സിൽ? കഞ്ചാവ് കഴിക്കുന്നവൻ വരണ്ടേ? ഇവിടെ കുറെ മുത്തല്ലിമീങ്ങളും ആലിമീങ്ങളും ഉസ്താദന്മാരും പണ്ഡിതന്മാരും ഉമറാക്കളും 5 നേരം ഇബാദത്തുള്ളവരൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ വാത് നിങ്ങൾക്കാ ഉള്ളത്. അപ്പൊ നിങ്ങൾ വെള്ളം അടിക്കുന്നവരാ, പിന്നെ ആരെടുത്ത ഇത് പറയാന്? അവ ഇപ്പം മറ്റേ ഐറ്റം അടിച്ചോണ്ട് അവിടെ ഇങ്ങനെ പഴയ ഐശ്വര്യെല്ലാം കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് സംഭവം. അവനിപ്പോൾ ഇവിടെ വാത് കേൾക്കാൻ വരാൻ പോവാ. പിന്നെ ഇത് ആരോടാ പറയുക? അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ വാള് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി വാപ്പമാരും ഉമ്മമാരും കേൾക്കുന്നു. എന്നിട്ട് നിങ്ങളുടെ വാപ്പ കണ്ട, അതുകൊണ്ടാണ് സഹിക്ക വയ്യാതെയാണ് ഒരു വാപ്പ ആ പെൺകുട്ടിയെ പല നിലയ്ക്ക് ഉപദേശിച്ചു. ഇതിൽ നിന്ന് ഒഴിവാകാൻ ഗതിയില്ലാതെയാണ് ആ വാപ്പ തൻ്റെ മകളെ കഴുത്തറുത്ത് കൊന്നത്. നമ്മൾ കണ്ടതല്ലേ? കാസർഗോഡൊന്നുമല്ല. ഞങ്ങൾ ആരാണ്ടൊക്കെ പറഞ്ഞത് കാസർഗോട്ടുള്ള പെണ്ണാണെന്ന്. കാസർഗോഡൊന്നുമല്ല, അതൊക്കെ ഹൈദരാബാദിലും കണ്ടാടുന്ന സംഭവമാണത്. സംഭവിച്ചില്ല. ഇത് എന്തുകൊണ്ടാ? അൺസഹിക്കബിൾ. വാപ്പ പറഞ്ഞു മടുത്തു. ഇനി രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് കൊന്നു കളഞ്ഞു. പിന്നെ അല്ലാണ്ട് എന്ത് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളെ നമ്മൾ കൊന്നു കളയണമെന്നല്ല പറഞ്ഞത്. നമ്മുടെ മക്കളെ നമ്മൾ ചെറുതായി കൊന്നുകൊണ്ടിരിക്കുകയാണ്. യുവത്വം എന്ന് പറയുന്നത് ശബാബത്ത് എന്ന് പറയുന്നത്, യുവത്വം എന്ന് പറയുന്നത് ഒരു തരം ജുനൂൻ, ഭ്രാന്താണെന്നാണ്. എന്തായാലും ഭ്രാന്താണത്. അതുകൊണ്ടാണ് അവൻ്റെ മുടിയൊക്കെ കണ്ടില്ലേ, ഓരോരുത്തന്മാരുടെ മുടി സ്പ്രിങ് മുടി പോലെ, ഭ്രാന്തൻ. ഇവനൊക്കെ വിചാരിക്കുന്നത് എന്തോ ഭയങ്കര കാര്യമാണ്. നാറിയിട്ട് തള്ളിയാൽ അതിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് ഇങ്ങനെ സ്പ്രിങ് പോലെ ഫുള്ള് എന്താ ആക്കി വെച്ചിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര സൗന്ദര്യം കൊടുത്തു, എത്ര സുന്ദരനാക്കി മാറ്റി. എന്നിട്ട് ഇവൻ പെണ്ണിന്റെ കോലത്തിൽ നടക്കുന്നു. ഇതാണ് നബി തങ്ങൾ പറഞ്ഞത്, ഒരു കാലം വരും ആണ് പെണ്ണിന്റെ വേഷം ധരിക്കും, പെണ്ണ് ആണിന്റെ വേഷം ധരിക്കും. കറക്റ്റ് സംഭവിച്ചില്ലേ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കേട്ടോ, അർബഅത്തുൻ യുസ്ബിഹൂന ഫീ ഗളബില്ലാഹ് വയുംസൂന ഫീ സഖത്തില്ലാഹ്. 4 വിഭാഗം ആളുകൾ അല്ലാഹു തആല ആകാശിന്റെ മുകളിൽ നിന്ന് അവരെ ശപിക്കുകയാണ്. രാവിലെയും വൈകിട്ടും അവരുടെ മേൽ ശാപം ഇറങ്ങിക്കൊണ്ടേയിരിക്കും.
4 വിഭാഗം ആളുകൾ. ഒന്ന് അൽ മുതശബ്ബിഹൂന മിനർ റിജാലി ബിന്നിസാ, പുരുഷൻ സ്ത്രീയുടെ വേഷം കെട്ടുന്ന പുരുഷനെ അല്ലാഹു ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീയുടെ വേഷം കെട്ടുന്ന പുരുഷൻ, സ്ത്രീയുടെ കൂട്ടും മുടി. ചില ആണുങ്ങളെ കണ്ടിട്ടാ, ഈ പണ്ടൊക്കെ പെണ്ണുങ്ങൾ മുടി ഇവിടെ ഇങ്ങനെ കെട്ടി വെക്കൂലേ, കാസ്നാമിൽ ബഖർ എന്ന് പറയുന്ന ഹദീസിൽ പറയുന്നതിനാണ്. ഈ ഒട്ടകത്തിന്റെ പൂഞ്ഞു പോലെ ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ കെട്ടിവെക്കുന്ന, അതേപോലെ ഇപ്പൊ നമ്മുടെ ചെറുപ്പക്കാരും മുടി ഇങ്ങനെ ഇവിടെ കെട്ടിവെക്കാറുണ്ട്. കണ്ടിട്ടുണ്ടാ നിങ്ങൾ കണ്ടിട്ടുണ്ടാ? ആ ഉണ്ട്. കണ്ടിട്ടില്ലേ? ബാ കാണിച്ചാല. ആണാണ് പെണ്ണാണ്, ബാ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടാ ചോദിക്കണം. കണ്ടില്ലേ? ചില ഹോട്ടലിലൊക്കെ പോലെ കാണാം ഇങ്ങനെ നമ്മളെ കൂട്ടിയിട്ട് പെണ്ണിന്റെ കൂടെ. അതേപോലെ പെണ്ണുങ്ങൾ ഇടുന്ന ചെയിൻ, കഴുത്തിലിടുന്ന ചെയിൻ ആണുങ്ങൾ ഇടുന്നു. കൊച്ചു കൊച്ചു കുട്ടികൾക്ക് വരെ ഈ വാപ്പാമാർ ഇട്ട് കൊടുക്കുന്നു പള്ളിയിൽ കൊണ്ടുവരാൻ. ഈ ചെയിൻ വെള്ളിയുടെ ചെയിൻ. വെള്ളിയുടെ ചെയിൻ എന്ന് പറയുന്നത് ഒരു വെള്ളി മോതിരം മാത്രമാണ് പുരുഷന് ഹലാൽ, അല്ലാതെ ഒന്നും ഹലാലില്ല. വളയം ചെറുപ്പക്കാരിടുന്നു. കാത് കുത്തുന്നു ചെറുപ്പക്കാർ, അല്ലേ? ഇതെല്ലാം ഞാൻ പറഞ്ഞൊക്കെ ഇല്ലേ? ഇതൊക്കെ ആരുടെ പണിയാ? ഈ മറയ്ക്കപ്പുറത്തിരിക്കുന്നവരുടെ പരിപാടിയാണ് ഇതൊക്കെ അവരുപയോഗിക്കേണ്ടതാണ്. അത് നമ്മൾ ഏറ്റെടുത്തു. അവരുടെ ഡ്രസ്സ് നമ്മൾ ധരിക്കാൻ തുടങ്ങി. ഇന്നിപ്പം പെണ്ണുങ്ങളൊക്കെ ഈ കണങ്കാലിൻ്റെ മുകളിലാണ് അവരുടെ പാൻറ്റ്. കണ്ടുണ്ടോ? അവരുടെ പാൻറ്റ് കണങ്കാലിൻ്റെ മുകളിലാണ് അവരുടെ പാൻറ്റ്, എന്നിട്ട് ടീഷർട്ട് ഇടും. ഇത് യഥാർത്ഥത്തിൽ ആണുങ്ങളുടെ വസ്ത്രമാണ്. കണങ്കാലിൻ്റെ മുകളിൽ വേണം പാൻറ്റ് ധരിക്കാൻ ഇസ്ലാമിൽ പുരുഷന്മാർക്ക് അനുവദിച്ചിരിക്കുന്നത്. ഇതൊന്ന് പെണ്ണ് ഏറ്റെടുത്തു. അവരുടെ വസ്ത്രം നമ്മൾ ഏറ്റെടുത്തു. പെണ്ണ് ആണിന്റെ വസ്ത്രം ധരിക്കും, ആണ് പെണ്ണിന്റെ വസ്ത്രം ധരിക്കും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാണ് പറഞ്ഞത്. 4 വിഭാഗം ആളുകളെ അല്ലാഹു ശപിക്കുകയാണ്. അതിലൊന്ന് അൽ മുതശബ്ബിഹൂന മിനൻ നിസാഇ അൽ മുതശബ്ബിഹൂന മിനർ റിജാലി ബിന്നിസാ, സ്ത്രീകളുടെ വേഷം കെട്ടുന്ന പുരുഷന്മാരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. 2 വൽ മുതശബ്ബിഹാതു മിനൻ നിസാഇ ബിൽ റിജാൽ, പുരുഷന്മാരുടെ വേഷം കെട്ടുന്ന സ്ത്രീകളെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ലഅനല്ലാഹു റജുല, ഒരു പുരുഷനെ അല്ലാഹു ശപിച്ചു. യൽബസു ലിബ്സതൽ മർആ, പെണ്ണിന്റെ വസ്ത്രം അവൻ ധരിച്ചാൽ അവനെ അല്ലാഹു ശപിച്ചു. ലഅനല്ലാഹു ഇംറാഅതൻ, ഒരു പെണ്ണിനെ അല്ലാഹു ശപിച്ചു. തൽബസു ലിബ്സതർ റജുലി, ഒരു പുരുഷന്റെ വസ്ത്രം അവൾ ധരിക്കുന്നു, അതിന്റെ പേരിൽ അല്ലാഹു അവളെയും ശപിച്ചു. കമാ ഖാല റസൂലുള്ളാഹി. ഇതാണ് ബർക്കത്തില്ലാത്ത ജീവിതത്തിൽ ബർക്കത്തില്ല. പറയട്ടെ, യൂണിഫോം നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? ഈ സാമാനൊക്കെ ഇരിക്കുന്നതിന് നാളെ എന്നെ പൊക്കിക്കൊണ്ട് പോകാൻ ഒന്നും പറയാൻ പറ്റൂലല്ലോ. ഇപ്പം അവർക്കിപ്പോൾ ജോലിയൊന്നും ചോദിക്കൊണ്ട് പോയി ആരെ ചോദിക്കാനാ? യൂണിഫോമിൻ്റെ ഇപ്പം അങ്ങനെയാണ്, എന്ത് ചെയ്യാൻ പറ്റും? സമത്വവാദം എന്ന് പറഞ്ഞിട്ട് ആണ് പെണ്ണിൻ്റെ കൂടെ ഇപ്പോൾ ഇരുത്തണം, അപ്പുറത്തിരുന്നോണം. മടിയിലൊക്കെ ഇരുത്തണം. ഈ അടുത്ത സമയത്ത് കണ്ടില്ലേ ഒരു വേറ്റി ഷർട്ട് പൊളിച്ച് കളഞ്ഞത്, മടിക്കേറ്റി ഇരുത്തുന്നു. ശ്രീകാര്യം കോളേജിലോട്ട് വാ, കാണിച്ചു തരാം. ശ്രീകാര്യത്ത് വാ, കാണിച്ചു തരാം. ആണും പെണ്ണും ഞങ്ങളുടെ നാട്ടിലോട്ട് വാ, തിരുവനന്തപുരത്തോട്ട് വാ, കോളേജിൽ കാണിച്ചു തരാം. പരസ്യമായിട്ട് പെണ്ണുങ്ങളെ നമ്മൾ വേണമെങ്കിൽ മാറി പൊയ്ക്കോണം. ഫയസ്തഹീ മിൻഹും, നമ്മൾ അവളിൽ നിന്ന് പൊയ്ക്കോണം പരസ്യമായിട്ട് രംഗത്ത്. ഒരതീത് ഞാൻ തരട്ടെ. അത് തന്നെ നബിതങ്ങൾ പറഞ്ഞ എല്ലാം ഉണ്ടപ്പ. ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ വലിയ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇതൊക്കെ പറഞ്ഞ് സമയം തീരാറായി കേട്ടോ. വേണമെങ്കിൽ ഇസ്തിഗ്ഫാറും ഇബാദത്തും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കുടിക്കോ, ഖബറിലെങ്കിലും പോയിട്ട് രക്ഷപ്പെടാം. സമയം തീരാറായി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഏകദേശമുള്ള അടയാളങ്ങളൊക്കെ ഇപ്പോൾ വലിയ അടയാളങ്ങളേ ഉള്ളൂ. ചെറിയ അടയാളങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. കാരണം ആണെന്ന് പറഞ്ഞാൽ അതാ ഈ ആദ്യം തോന്നിക്കൊണ്ട് വരുന്നത്. അപ്പൊ ആണിന്റെ വേഷം ധരിക്കുന്ന പെണ്ണ്, പെണ്ണിന്റെ വേഷം ധരിക്കുന്ന ആണ്. 3 വല്ലദീ യഅതി അസ്സകറ, ആണുങ്ങളോട് സൊഡോമി, പ്രകൃതി വിരുദ്ധമായ പരിപാടിക്ക് പോകുന്നവർ. വല്ലദീ യഅതി അൽ ബഹീമ, മൃഗങ്ങളോട് വേഴ്ച ചെയ്യാൻ പോകുന്നവർ. നമ്മളത്തെ പുതിയ പാഠപുസ്തകത്തിലൊക്കെ ഇനി 40-ാമത്തെ അധ്യായത്തിൽ ഒരു ദിവസം നമ്മൾ മൃഗം ആവണമെന്നൊക്കെ വരുന്നുണ്ട്.
അതുകൊണ്ടാണ് എല്ലാ ഭൂരിപക്ഷം പണ്ഡിതന്മാരും ഇതിനൊക്കെ എതിർക്കുന്നത്. ഈ പാഠ്യ പദ്ധതി പറ്റൂല, ഒരു ദിവസം മൃഗമാവണമെന്ന്. നമ്മൾ ഒന്നാമത് ഇപ്പോഴേ മൃഗമായിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ അടുത്ത് ഇനി എന്തിനു മൃഗമാവാൻ പോണത്? മൃഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വെച്ച് അവർക്ക് വേഴ്ച ചെയ്യാം. അതാണ് ആ മൃഗം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് വേഴ്ച ആണെങ്കിൽ ആണെന്നുമില്ല, പെണ്ണൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേഴ്ച ചെയ്യാം എന്നാണ് ആ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു ദിവസം നിനക്ക് അങ്ങനെ ആയിക്കോണം, ഒരു ദിവസത്തേക്കുള്ള അനുവാദം ഇജാസത്ത് തന്നിട്ടുണ്ട്. ഇല്ല, ഡിസംബർ 31 ബീച്ചിലെ ലൈറ്റ് അണയ്ക്കുന്നത് പോലെ 5 മിനിറ്റത്തേക്ക് ബീച്ചിൽ ലൈറ്റ് അണയ്ക്കും. അന്നേരത്തേക്കെല്ലാം നോക്കി വയ്ക്കും, ആരുടെ മണ്ടേ ചാടിക്കയറണം, ആരുടെ അടുത്ത് പോകണം എന്നൊക്കെ ഉള്ളത്. ഇതൊക്കെ ആദ്യമൊക്കെ നോക്കി പറഞ്ഞ് റെഡിയാക്കി വെച്ചിട്ട് വേണം ലൈറ്റ് അണയ്ക്കാൻ കേട്ടാ. അങ്ങനെയൊക്കെ സിസ്റ്റങ്ങളുണ്ട്. അപ്പോൾ എന്നതുപോലെയാണ് ഒരു ദിവസം മൃഗമാവണോ നമ്മൾ? ഒന്ന് ഗതികേടെ. മൃഗം എന്ന് പറഞ്ഞാൽ എന്താ? പട്ടി. ഒന്നാമത് പട്ടി കാണുന്നില്ലേ? അല്ല, അതിനും എല്ലാം അറിയാം. എടാ പള്ളിയുടെ പട്ടി, പോടാ പട്ടി, ഇത് പള്ളിയുടെ മുന്നിൽ വെച്ചാന്നോടാ നീ ഇതൊക്കെ കാണിക്കുന്നതെന്ന്. പട്ടിയോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അത് മൃഗമല്ലേ? ആടുകൾ, നമ്മുടെ വീട്ടിലൊക്കെ ആടിനെ വളർത്തിയപ്പോൾ ഞാൻ ഈ ആടിനെ വളർത്തി നോക്കി. ഇപ്പോൾ കൊറോണ വന്നപ്പോൾ അപ്പോഴാണ് മനസ്സിലായത്, പെൺമക്കളൊക്കെ ഉള്ള വീട്ടിൽ നിന്ന് ആടിനെ വളർത്താൻ പറ്റൂല. അയ്യേ, നാണം കെട്ടുപോയില്ലേ, ആകെ ഇടങ്ങറായിപ്പോൾ നമ്മൾ. പിള്ളേർ ചോദിക്കാണ്, വാപ്പിച്ച് ഇതെന്ത് സംഭവം എന്ന്. ഞാൻ എന്താ മറുപടി പറയുക? ആകെ കുടുങ്ങിപ്പോയി. ഒരു ഹയാണിത്, നാണം കെട്ട പരിപാടിയായിപ്പോയി ഇത്. സത്യമായിട്ട് ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചപ്പോൾ എനിക്ക് ഇത് പഠിക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളാണ്. ചുമ്മാ ഒരു ബർക്കത്താണല്ലോ എന്ന് കരുതി ആണുങ്ങളെ ആടിനെ വളർത്താനാണ്. കാരണം അത് മൃഗമാണ്, അതിനറിയില്ല ഇത് ഉപ്പാണ് ഇത് ഉമ്മാണെന്നല്ല, അതിനുമല്ല അറിയാം. അത് മൃഗമാണ്. ഇപ്പം അതിൻ്റെ പരിപാടി അങ്ങനെയാണ്. നമ്മളിവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ ഓരോരോ ഇതിൽ മറുപടിയൊക്കെ പറഞ്ഞ് അല്ല പെണ്ണുമ്പിള്ള ഇങ്ങനെ കണ്ണ് കാണിച്ച് അവരെങ്ങനെ കണ്ണാടിച്ച് ഞാൻ അതൊക്കെ പുള്ളി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞോളിയത്. പെൺമക്കളുള്ള അടുത്തൊന്നും പറ്റൂല ഇത്. ഇതൊക്കെ ഭയങ്കര അയ്യബ് കെട്ട പരിപാടിയാണല്ലോ. സുന്നത്താണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിനക്ക് എന്ത് മറുപടി നമ്മൾ കണ്ടെത്തും? ആരോട് എങ്ങനെ പറയൂത്? അപ്പൊ ഇത് മൃഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? അതിനിതൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ മനുഷ്യൻ അങ്ങനെ ആവും. ഒരു ഹദീസ് കേട്ടോ, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല ഹത്താ യതസാഫദൻ നാസു തസാഫുദൽ ബഹായിമി ഫിത്തരീഖ്. മനുഷ്യൻ മൃഗങ്ങളെ പോലെ യതസാഫദൻ നാസു, മനുഷ്യൻ മൃഗമായി അതപ്പതിക്കും. തസാഫുദൽ ബഹായിമി ഫിത്തരീഖ്, മൃഗങ്ങൾ റോഡിൽ എങ്ങനെയാണോ വീഴ്ച ചെയ്യുന്നത് അതുപോലെ ഈ സമുദായം വീഴ്ച ചെയ്യുന്ന ഒരു കാലം വരാതെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയേ ഇല്ല. അന്ന് ഹദീസ് വന്നാ ഒന്നുകൂടെ വിശദീകരിച്ചു തരാം. ഹത്താ ഇന്നർ റജുല ലിയുഗശിയൽ മർഅത അലാ ഖാരിഅതി ത്വരീഖ്. ഒരു ചെറുപ്പക്കാരൻ ഒരു പെണ്ണിനെ വഴിയോരങ്ങളിൽ വെച്ച് ഒരു നാണവുമില്ലാതെ കൂസലില്ലാതെ കെട്ടിപ്പിടിച്ച് ആലിംഗനം നടത്തി ചുംബിക്കും. വലാ യുഗയ്യിറുഹു അഹദുൻ വലാ യുൻകിറു ദാലിക അഹദുൻ, ഒരാളും എതിർക്കുകയില്ല, എതിർക്കാൻ പറ്റുകയുമില്ല. അത് മോശമാണെടോ എന്ന് പറയാൻ ഒരാളും കാണൂല. ഉണ്ടോ? ഇത് ഹദീസാ, ശരിയല്ലേ? തിരുവനന്തപുരത്ത് സ്കൂൾ കോളേജ് ബസ് ഓടിക്കുന്ന ഒരു ഡ്രൈവറിൻ്റെ അടുത്തുനിന്ന് പറയാ, ഉസ്താദേ ഈ ആണും പെണ്ണുങ്ങളും രാവിലെ ആ വഴിയിൽ ആ ഇടവഴിയിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കും, ഹോണടിച്ചാലും മാറൂല. എങ്ങനെ മാറും? മൃഗമല്ലേ. കാട്ടാനെങ്ങനെ ഹോൺ അടിച്ചാൽ മാറുമോ? ഹോൺ അടിക്കരുതെന്നാ പറയുന്നത്. അവരവരുടെ സൗകര്യമനുസരിച്ചോട് നിന്നോട്ടെ, ഹോൺ അടിക്കരുത്. അവനവിടെ ഹോൺ അടിച്ചോണ്ടിരിക്കുക, അവന് നീ എന്തിനാ ഇപ്പോൾ ഹോൺ അടിക്കാൻ പോകുന്നത്? അതാണിപ്പോൾ സംഭവം. എൻ്റെ അടുത്ത് പറയുകയാണ് ജുമാക്ക് പ്രസംഗിക്കാൻ. ഞാൻ പറഞ്ഞ് ഈ ഹോൺ അടിക്കുന്നവന്മാർ ജുമാക്ക് വല്ലതും വരുമോ? ആരെടുത്ത് പോയി പ്രസംഗിക്കാനിത്? ഇത് ആരെടുത്ത് പോയി പ്രസംഗിക്കാം? തിരുവനന്തപുരത്ത് നടക്കുന്ന സംഭവമാണിത്. വിഷമം വരുന്നത്. നമ്മുടെ മക്കളെയൊക്കെ പഠിപ്പിച്ചിട്ട് നമ്മളിവിടെ വീട്ടിൽ ഇരിക്കുക. മോൾ എഞ്ചിനീയറാവും, ഡോക്ടറാവും, ഭയങ്കര ഡോക്ടറാണ്, ഭയങ്കര എഞ്ചിനീയറും ഭയങ്കര ഡോക്ടറുമാ. ഒന്ന് നോക്ക്, തിരുവനന്തപുരത്തെ ഇപ്പോൾ ജോലി. അതുകൊണ്ട് എനിക്ക് ഒരുപാട് പറയാനുണ്ട്, ഞാനത് പറയുന്നില്ല. സംഭവം ഇടയ്ക്കിടയ്ക്കൊക്കെ ചുമ്മാക്കി തട്ടും. ആർക്ക് വിഷമം കൊണ്ട് പറഞ്ഞു പോകുന്ന അബീവ നമുക്ക് ചിരി വരുന്നെങ്കിലും ഈ ഡ്രൈവർ വന്ന് പറയുകയാണ് എന്ത് ചെയ്യാനോ ഉസ്താദേ ഒരു രക്ഷയും ഇല്ല എന്ന്. അതാണ് അവസ്ഥ. അങ്ങനെയാണ് ഇപ്പോൾ അബീവേ. നമുക്ക് ഈ തലയിൽ തട്ട കൊട്ടി മറുതായൊക്കെ ഇട്ടിട്ട് പിള്ളേരെ കാണിക്കുന്ന കാണുമ്പം ആകെ മനസ്സിന് വിഷമവും വരും. എന്ത് ചെയ്യാനാ? ഈ പണ്ടാരൊക്കെ ഉരിഞ്ഞും കള, എന്നിട്ടും എന്തോ പോയി ചെയ്യും. ഇതിപ്പോൾ ആർക്കായി ദോഷം, ആർക്കായി പേര് ദോഷം വരുന്നത്?
എന്നാൽ ഖുർആൻ എത്ര വ്യക്തമായിട്ട് ഇതൊക്കെ പറഞ്ഞത്, ഈ വസ്ത്രമൊക്കെ നീ സൂക്ഷിക്കണേ, അതൊക്കെ സൂക്ഷിക്കണേ. മൃഗങ്ങളെ പോലെ വേഴ്ച ചെയ്യുന്ന ഒരു കാലം വരുമെന്ന്. റോഡ് സൈഡിൽ ആർക്കും മിണ്ടാൻ പറ്റൂല. നമ്മളെങ്ങാനും പെണ്ണെ ഇത് പാടില്ല എന്ന് പറഞ്ഞാൽ അവൾ ഉടനെ കോടതി പോയി പറയും, ആ മുസ്ലിയാരനെ കയറി പിടിച്ചെന്ന് പറയും. തീർന്നില്ല നമ്മൾ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആളുടെ കൂടെ പോകേണ്ടി വരും. ആരും വരില്ല. കേസ് പോക്സോ എന്നെങ്ങാനും വന്നാൽ തിരിഞ്ഞു പോലും നോക്കത്തില്ല, ഒരു ദുആയും സ്വീകരിക്കുകയില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പറയാൻ പറ്റൂല. ഹദീസ നബി തങ്ങൾ പറഞ്ഞാണ്, ഒന്നും പറയാൻ പറ്റൂലെന്ന്. അങ്ങനെ ഈമാനോടെ പറയാൻ ആ കാലഘട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ സ്ഥാനം അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു തആല അൻഹും അവരുടെ സ്ഥാനത്താണെന്ന് നബിയുനാ റസൂലുള്ളാഹി. മാഷാ അല്ലാഹ്. അങ്ങനെ പരസ്യമായിട്ട് അവരുടെ മുന്നിൽ പോയി പറയാനുള്ള തൻ്റെ ഇടം, ചങ്കൂറ്റം നിങ്ങൾക്കുണ്ടെങ്കിൽ അവർ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് കിട്ടിയ സ്ഥാനം അല്ലാഹു തആല അവരുടെ പ്രതിഫലം അവർക്ക് കൊടുക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പറയാൻ പറ്റൂല. നമ്മൾ പറഞ്ഞാൽ നമ്മളെ ഉടനെ ഇവളുമാർ പറയും, മറ്റേ പ്രത്യേകിച്ച് മുസ്ലിയാർ വേഷമാണ്. അതുകൊണ്ട് പിന്നെ ഉറപ്പാണ്. പിന്നെ ഈ കയ്യിൽ ഈ മൊബൈലും ഉണ്ട്, എടുത്ത് അങ്ങോട്ട് വെക്കും. അതുകൊണ്ട് ഞാൻ ഈ ട്രെയിനിനകത്തൊക്കെ പോകുമ്പം ആമന്ന സല്ലംന, ഞാനൊന്നും കണ്ടിട്ടുമില്ല, നീ ഒന്നും ചെയ്തിട്ടുമില്ല. അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഹയ്യ, മിണ്ടാതെ കിടന്നുറങ്ങും, രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഇറങ്ങിപ്പോകും. നമ്മളിതൊന്നും കണ്ടില്ല. എന്ത് ചെയ്യാൻ? ആർക്ക് പറയാം? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ വാപ്പ, എൻ്റെ ഉമ്മ, നിങ്ങളോട്, നിങ്ങളുടെ മക്കളെ നിങ്ങൾ സൂക്ഷിക്കും. ഖുർആന്റെ പ്രമേയം അതാണ്. ലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ വമൻ യത്തബിഉ ഖുതുവാതി ശൈത്താൻ ഫഇന്നഹു യഅമുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ. പിശാചിന്റെ വഴികളെ നിങ്ങൾ പിൻപറ്റരുത്. സത്യവിശ്വാസികളെ, അവൻ നമുക്ക് ഉത്ബോധനം നൽകുന്നത് നീചവും നികൃഷ്ടവുമായ കാര്യങ്ങളാണ്. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു മാ സകാ മിൻകും മിൻ അഹദിൻ അബദാ വലാകിന്നല്ലാഹ യുസക്കി മൻ യശാ. അല്ലാഹുവിന്റെ മഹത്തായ കാരുണ്യമില്ലായിരുന്നുവെങ്കിൽ നമ്മൾ എന്നേ പിഴച്ചു പോകുമായിരുന്നു. അവന്റെ വലിയ ഔദാര്യമാണ് അല്ലാഹു ഈ മഹാവിപത്തുകളിൽ നിന്ന് നമ്മളെ സംസ്കരിച്ചെടുത്തത്. വല്ലാഹു സമീഉൻ അലീം. എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനും അവൻ തന്നെയാണ്. അതുകൊണ്ട് പിശാചിന്റെ കാലടികളെ നിങ്ങൾ പിൻപറ്റരുതേ. പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. അള്ളാഹു അതിനെ നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ മക്കളെ നമുക്ക് സൂക്ഷിക്കാനും സംരക്ഷിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അവരവരുടെ മക്കളെ അവരവർ സൂക്ഷിക്കും. സ്കൂളിലും കോളേജിലും പോകുമ്പോൾ നിങ്ങളും കൂടെ ഇടയ്ക്കൊന്ന് യാത്ര ചെയ്ത് പോകണം. എല്ലാ ദിവസവും മക്കളെ ചേർത്തിരുത്തി ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ നസീഹത്ത് കൊടുക്കണം. ഞാൻ അങ്ങനെയാണ് നമ്മുടെ മക്കളെ വിളിച്ചിരുത്തിയിട്ട്, ഈ വാട്സപ്പിലൊക്കെ ഓരോ പ്രശ്നം വരുമല്ലോ, ഇതൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കും. ഇങ്ങനൊക്കെ തന്നെ അതേ പറ്റുള്ളൂ. അല്ല നമുക്കിപ്പോൾ അവരെ അടിക്കാനൊന്നും പറ്റൂല. നല്ല ഉപദേശിക്കുക, എന്നിട്ട് നല്ല വാക്കുകളുണ്ട് തോന്നിക്കും. മോനെ, നമ്മളൊക്കെ ഇതേപോലെ ഇവിടെ ഇരുന്ന് തിന്നുന്ന, ഈ വാപ്പ ഉമ്മ ഒക്കെ തിന്നുന്ന പോലെ സ്വർഗത്തിൽ വന്നിരുന്ന് തിന്നണ്ടേ മക്കളെ ഇന്നിപ്പോൾ വാപ്പയെ നിങ്ങൾ സ്നേഹിക്കുന്നു. നമുക്കിതേപോലെ സ്വർഗത്തിലുണ്ടല്ലോ, നമുക്ക് സന്തോഷമായിട്ട് സ്വർഗത്തിൽ കൂടാമല്ലോ. അവിടെയും കൂടാം ഇവിടെയും കൂടാം. അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കണം, നല്ല രീതിയിൽ വളരണം. വാപ്പ മരിച്ചു പോയാൽ ഉമ്മ മരിച്ചു, ദുആ ചെയ്യണം. നിങ്ങൾ ദുആ ചെയ്യാൻ ആൾ വേണം. ഇപ്പോൾ എൻ്റെ വാപ്പ ഉമ്മ മരിച്ചു, ഞാനാണ് ദുആ ചെയ്യുന്നത്. അതേപോലെ ഞാൻ മരിച്ചാൽ നിങ്ങൾ ദുആ ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്, കഷ്ടപ്പെടുന്നത്, ത്യാഗം സഹിക്കുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നെല്ലാം നമ്മൾ അവരെ നല്ല വാക്കുകൾ കൊണ്ട് ഉപദേശിക്കണം. അല്ലാതെ ഭീഷണിപ്പെടുത്തരുത്. ഇങ്ങനെ മദ്യപിച്ച് വരികയോ അല്ലെങ്കിൽ കഞ്ചാവ് പിടിക്കുകയോ ഒക്കെ ചെയ്താൽ അവന് നമ്മൾ ദിക്റുകൾ, ദുആകളുണ്ട്. നമ്മൾ തഹജ്ജുദിന് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് സുജൂദിൽ കിടന്നിട്ട് മോന് വേണ്ടി ദുആ ചെയ്യും. തഹജ്ജുദിൽ കിടന്നിട്ട് ദുആ ചെയ്യണം. തഹജ്ജുദിൽ ചില പ്രത്യേകമായ ദുആകളുണ്ട്. ഉസ്താദന്മാരോട് നിങ്ങൾ ചോദിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ പറയണം. തീർച്ചയായും ഇൻഷാ അള്ളാഹു ഒരുപാട് മാറ്റം നമ്മുടെ മക്കൾക്ക് തരും. ഉറപ്പാണ് തരും ഇൻഷാ അള്ളാഹ്. അള്ളാഹു നമ്മുടെ മക്കളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. എന്താണ് അബീബ്, ദ്വാരക്കല്ലേ? എന്താ ഇതൊക്കെ സഹായം ചെയ്തവരാണോ? ഇതൊക്കെ വായിക്കണം അല്ലേ? ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി നാളെ ഒരു ദിവസം കൂടിയുണ്ട്. ഈ PMY പൊതുവെ ഇപ്പം വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് അവർ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാട് പേര് സഹായങ്ങളൊക്കെ വാഗ്ദാനം ചെയ്തിരുന്നു. അതൊക്കെ ഇനിയിപ്പോൾ എഴുതി തള്ളാം. കാരണം കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് കുറേയൊക്കെ എഴുതി തള്ളിയല്ലോ. അതൊക്കെ പോട്ടെ, അതൊക്കെ കിട്ടാക്കട നമ്മൾ എഴുതി തള്ളി. അതുകൊണ്ട് പുതിയ കട നിങ്ങൾ തരണം.
പുതിയ കടം വരുത്തി വെച്ചിട്ട് കുറേശ്ശെ അവർക്ക് കൊടുത്ത് നമ്മൾ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സഹായങ്ങളൊക്കെ ചെയ്യണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അബ്ദുൽ ലത്തീഫ് ദുആ ചെയ്യാൻ വിളയിൽ വടക്കതിൽ പൊടിമോൻ 5000 രൂപ മരണപ്പെട്ട ഇക്കാക്ക് വേണ്ടി ദുആ ചെയ്യാൻ. അൽഹംദുലില്ലാ. അള്ളാഹുവേ അദ്ദേഹത്തിൻ്റെ സദഖ നീ സ്വീകരിക്കണേ പടച്ചവനെ. നൂറുദ്ദീൻ പാലത്തിന് കഴിഞ്ഞ വർഷം ഓഫർ ചെയ്ത ആളാ അല്ലയോ? കൊറോണയിൽ മരിച്ചു പോയതാണോ? അദ്ദേഹം 10000 രൂപ. അള്ളാഹുവെ പടച്ചവനെ റബ്ബേ, ആ ഖബർ സ്വർഗ പൂങ്കാവനമാക്കണേ അല്ലാ, സ്വർഗ പൂങ്കാവനമാക്കണേ അല്ലാ. പടച്ചവനെ ആ ഖബർ എല്ലാവിധ അനുഗ്രഹങ്ങളും സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കണേ പടച്ചവനെ. അള്ളാഹുവെ നരകത്തിൻ്റെ വാതിൽ കൊട്ടി അടയ്ക്കണേ പടച്ചവനെ. ഇതേ സദസ്സിലിരുന്ന് നിയത്തി ചെയ്ത മനുഷ്യനാണ്. നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു, തുടക്കത്തിൽ നമ്മൾ ഇങ്ങനെയൊക്കെ എത്രയോ പേരുണ്ടായിരുന്നു, ഇപ്പോൾ അവരില്ല എന്നൊക്കെ പറഞ്ഞു. അള്ളാഹു തആല അവരെ നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ഈ സദഖയുടെ ബർക്കത്തുകൊണ്ട് ആ കുടുംബത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിസാർ സാബിറ മനസ്സിൽ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് 4444 അൽഹംദുലില്ലാ. പടച്ചവനെ കരുണയുള്ളവനെ, ആ ഉമ്മ ഉപ്പാക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. നബിതങ്ങളുടെ ബർക്കത്ത് കൊണ്ട് സ്വർഗം കൊടുക്കണേ അല്ലാ. പടച്ചവനെ നബിതങ്ങളുടെ മുറാഫക്കത്ത് നൽകണേ പടച്ചവനെ. ആ മക്കൾക്ക് അള്ളാഹുവെ, ആ നിസാർ, ആ സാബിറ, ഇവരെല്ലാം ആ മക്കൾക്കെല്ലാം അള്ളാഹുവെ ആ മാതാപിതാക്കളുടെ പൊരുത്തം കൊടുത്ത് നാളെ അവരോടൊപ്പം സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടണേ പടച്ചവനെ. മരണപ്പെട്ടവർക്കൊണ്ട് ദുആ ചെയ്യാൻ സിദ്ദീഖ് മണിമംഗലം 6666 രൂപ. അൽഹംദുലില്ലാ. പടച്ചവനെ ആ മരണപ്പെട്ടു പോയ കുടുംബത്തിൽ നിന്ന് ആരെല്ലാം ഉണ്ടോ അവരുടെ ഖബർ, അവരുടെ ബർസഖിയായ ജീവിതം നീ സന്തോഷിപ്പിക്കണേ അല്ലാഹുവേ, ആനന്ദിപ്പിക്കണേ പടച്ചവനെ. തിങ്കളാഴ്ച ഓപ്പറേഷൻ നടക്കുന്ന ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ സഹോദരൻ, അല്ലാഹുവേ ആ സഹോദരിയുടെ ഓപ്പറേഷൻ നീ അനുകൂലമാക്കണേ അല്ലാ, അനുകൂലമാക്കണേ അല്ലാ. ഏതൊരു രോഗത്തിന് വേണ്ടിയാണ് ഓപ്പറേഷൻ ചെയ്യപ്പെടുന്നത് പടച്ചവനെ, ആ രോഗം ആ ശരീരത്തിൽ വരാതെ നീ സഹായിക്കണേ പടച്ചവനെ. ക്യാൻസർ പോലുള്ള ഓവറിയിലെ കുരുക്കൾ, മുഴ, പടച്ചവനെ ഇതെല്ലാം നീ ഞങ്ങളുടെ സഹോദരിമാരിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കണേ പടച്ചവനെ. അതിൻ്റെ പേരിൽ മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന ആ സഹോദരിമാർക്ക് എത്രയും വേഗം നീ സന്താനങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണേ പടച്ചവനെ. ദുആ ചെയ്യാൻ വേണ്ടി നബീസ ബീവി 313. അള്ളാഹുവേ ആ സഹോദരിയുടെ സ്വതക്ക നീ സ്വീകരിക്കണേ പടച്ചവനെ. ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന സഹോദരന് ദുആ ചെയ്യാൻ 2500 രൂപ. അള്ളാഹുവെ പരിപൂർണമായ ആഫിയത്ത് കൊടുക്കണേ പടച്ചവനെ, ആരോഗ്യം കൊടുക്കണേ പടച്ചവനെ. ദുആ ചെയ്യാൻ വേണ്ടി നൗഷാദ് കുറ്റിവിള തെക്കതിൽ 3000 രൂപ. അൽഹംദുലില്ലാ. അള്ളാഹുവെ ആഫിയത്തുള്ള ദീർഘായുസ് ആരോഗ്യം കൊടുക്കണേ പടച്ചവനെ. അസീസ് പള്ളിക്കുറ്റി പടിയിറ്റതിൽ ദുആ ചെയ്യാൻ 1000 രൂപ. അള്ളാഹുവെ ആഫിയത്തും ദീർഘായുസും കൊടുക്കണേ പടച്ചവനെ. ഹാഫിളുകളെ ആദരിച്ച ചടങ്ങിൽ ഹാഫിളുകൾക്ക് ക്യാഷ് അവാർഡ് നൽകിയ PMYSന്റെ ഒരു പ്രവർത്തകൻ, അദ്ദേഹം ഒരാളാ ചെയ്തില്ലേ? എത്ര രൂപ മൊത്തം എല്ലാം കൂടെ 10,000 രൂപ കൊടുത്തു കാണുമല്ലേ? അൽഹംദുലില്ലാ. ഒരൊറ്റ ആളാണ്. അവിടെ ഭാര്യ മാതാപിതാക്കൾക്കും ദുആ ചെയ്യാൻ. അൽഹംദുലില്ലാ. അല്ലാഹുവേ ആ ഹാഫിളുകളോടൊപ്പം സ്വർഗ്ഗത്തിൽ പോകാൻ ആ കുടുംബത്തിനും അദ്ദേഹത്തിന് തൗഫീഖ് നൽകണേ പടച്ചവനെ. ഹാഫിളുകളെ ആദരിച്ചവർക്ക് താജ് എന്ന കിരീടം വെച്ചു കൊടുക്കും. ആ കിരീടം നീ അദ്ദേഹത്തിന് നീ അവർക്ക് നീ കൊടുക്കണേ പടച്ചവനെ. ആ കുടുംബത്തെ നീ സഹായിക്കണേ പടച്ചവനെ. അടുത്ത് PMYSന്റെ സജീവ പ്രവർത്തകന്റെ ഉപ്പ കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ടു. അല്ലാഹുവേ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ മഗ്ഫിർ ലഹു വറഹംഹു വഅഫു അൻഹു വഅഫി. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ. അല്ലാഹുമ്മ ജാഫിൽ ഖബ്ർ അൻ ജൻബൈ. അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസഅ. അല്ലാഹുമ്മ മഗ്ഫിർ ലഹു വറഹംഹു യാ റബ്ബൽ ആലമീൻ. തീർന്നു. ആദ്യമായി ജയിലിൽ അടയ്ക്കപ്പെട്ട സഹോദരങ്ങൾക്ക് അത് അന്യായവും ആദ്യമൊക്കെ ആയിരിക്കും ഇല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവനെ, കരുണയുള്ള തമ്പുരാനെ നീ മോചിപ്പിക്കണേ റഹ്മാനെ. അന്യായമായി നമുക്കിപ്പോൾ ആരായാലും എന്തായാലും ചിലപ്പോൾ നമുക്ക് അവരോട് ചിലപ്പം താല്പര്യം കാണില്ല, താല്പര്യം ഉണ്ടാവില്ല. ചിലർക്ക് താല്പര്യം ഉണ്ടാവും, ചിലപ്പോൾ അനുകൂലിക്കും, ചിലപ്പോൾ പ്രതികൂലിക്കും. എങ്കിലും മുസ്ലിം വേട്ടയാണ്, നമ്മളത് മനസ്സിലാക്കണം. ആരായാലും മുസ്ലിം വേട്ടയാണ്. മുസ്ലിമീങ്ങളെ തകർക്കുക എന്നുള്ള ലക്ഷ്യമാണ്. അത് ഫാസിസ്റ്റുകളിൽ നിന്ന ഭാഗത്തു നിന്നും വരുന്നത് അങ്ങനെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യുക. നമ്മൾ ദുആയാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം. ഏറ്റവും വലിയ ആയുധം നമ്മൾ ദുആയാണ്. നമ്മുടെ മഅദനി ഉസ്താദ് ഇതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. 10-20 വർഷങ്ങളായി അദ്ദേഹത്തെ ഈ അടുത്ത സമയത്ത് ഞാൻ പോയി കണ്ടു. അങ്ങനെ ശബ്ദിക്കുന്നവരെ ആദ്യം തകർക്കുക, പിന്നെ ബാക്കിയുള്ളവരെയൊക്കെ പെട്ടെന്ന് പൊക്കിയെടുത്തുകൊണ്ട് സുഖമായിട്ട് കൊണ്ടുപോകാം. അത് എളുപ്പമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ദുആ ഉണ്ടല്ലോ,
اللهم احصهم عددا وقتلهم بددا ولا تبق منهم أبدا. ഇതൊക്കെ സഹാബാക്കൾ ദുആ ചെയ്ത് നമ്മൾ കണ്ടതാണ്. നമുക്ക് അല്ലാഹുവിന്റെ ആത്മാർത്ഥമായ ദുആയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സഹോദരങ്ങളെ എത്രയും വേഗം മോചിപ്പിക്കുമാറാകട്ടെ. അല്ലാഹുവേ മോചിപ്പിക്കുമാറാകട്ടെ. അല്ലാഹുവേ നീ സഹായിക്കണം പടച്ചവനെ, നീ സഹായിക്കണം പടച്ചവനെ. അല്ലാഹുവേ നിന്റെ സഹായം എല്ലാ മുസ്ലിങ്ങളുടെ മേലും നീ ഇറക്കണം പടച്ചവനെ, അവരുടെ കുടുംബങ്ങളുടെ മേൽ നീ ഇറക്കണം പടച്ചവനെ. അല്ലാഹുവേ ഈ രാജ്യത്ത് സമാധാനം വേണം പടച്ചവനെ, സൗഹാർദ്ദം വേണം പടച്ചവനെ. ഇങ്ങനെ ഒരു സാഹചര്യം, ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. അതുകൊണ്ട് പരിപൂർണമായ സന്തോഷവും സമാധാനവും ഞങ്ങൾക്ക് ഞങ്ങളുടെ നാടിന് നൽകി. ഹിന്ദു മുസ്ലിം ആ ഐക്യം, ആ ഒരു സഹോദരങ്ങൾ എത്രത്തോളം. ഇപ്പം നമ്മൾ ഇവിടെ തന്നെയാണ്, ഈ നെറ്റിയിൽ കുറി തൊട്ട സഹോദരനാണ് നമ്മുടെ ഈ മൈക്ക്, ഇത് മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന സഹോദരൻ. നമ്മളൊക്കെ പള്ളികളിലും നമ്മളുടെയൊക്കെ പരിപാടികൾക്കൊക്കെ അവരാണ്. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ഒരു ഹിന്ദു സഹോദരൻ കയ്യിൽ പൂന്നൂലൊക്കെ കെട്ടിയിട്ടുണ്ട്. ഞങ്ങൾ വഴി ചോദിച്ചു, ഇദ്ദേഹം പറഞ്ഞു ഇത് മോശം വഴിയാണ്, നിങ്ങൾ ആ വഴിയൂടെ ഇനി ഇതിലെ പോയ കുറച്ച് വണ്ടി പതുക്കെ പോകണം. എത്ര മാന്യമായിട്ട് പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു, പടച്ചവനെ ഇങ്ങനെയാണല്ലോ ഹിന്ദുക്കൾ, അങ്ങനെയുള്ള എത്ര നല്ല പേരാണ്. അവരാ പറഞ്ഞ വാക്കാണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ തൊപ്പിക്കുന്നത് എൻ്റെ ഷാളും എല്ലാം അവർ കണ്ടതാണ്. ആ അളിയ ഇതിലേക്കൂടെ പോട്ടെ, അവൻ്റെ വണ്ടി അവിടെ പിടിക്കട്ടട എന്നവർ ചിന്തിക്കണ്ട. അല്ല, അതിലേ പോകരുത്, പതുക്കെ പോണേ ഇക്ക, സൂക്ഷിച്ച് പോണേ ഇക്ക എന്നൊക്കെ എത്ര നല്ല മാന്യമായ വാക്കുകളാണ്. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്നത്, പക്ഷേ അങ്ങനെ ഒരു സമത്വവും സാഹോദര്യവും വേണ്ട എന്ന് തീരുമാനിക്കുന്ന മറ്റൊരു വിഭാഗം. നമ്മളത് ചിന്തിക്കണം. ഇത് മുസ്ലിമീങ്ങളായ പ്രത്യേകമായ ഒരു വിഭാഗത്തിനോടല്ല ഈ എതിർപ്പ്, മുസ്ലിം എന്ന പേരിനോട് തന്നെ എതിർപ്പാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൽ ഭരണത്തിൽ മുസ്ലിം പേരുള്ള ഒരു നാമധാരി ഇല്ലാതെ പോയത്. അവർ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളെ അല്ല, പേരിന് മുസ്ലിം വെച്ചിട്ടെങ്കിലും യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളല്ല, പക്ഷെ അവരുടെ പേര് പോലും ഇല്ലാതെ പോയത്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. മുസ്ലിമീങ്ങളോടുള്ള വിരോധമാണ്. നമ്മൾ രാത്രിയും പകലുമൊക്കെ ദുആ ചെയ്ത് മുസ്ലിമീങ്ങളുടെ സഹായം, സംരക്ഷണം, സാമൂഹിക ഐക്യം, സൗഹാർദ്ദം നിലനിൽക്കാൻ വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അല്ലാഹുവേ പടച്ചവനെ, കരുണയുള്ളവനെ, റഹ്മാനെ, യാ റഹ്മാൻ യാ റഹ്മാൻ യാ റഹ്മാൻ, യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം. ഈ സഹോദരങ്ങളെ നീ മോചിപ്പിക്കണേ പടച്ചവനെ. അല്ലാഹു ഈ സഹോദരങ്ങളെ എത്രയും വേഗം നീ മോചിപ്പിക്കണേ പടച്ചവനെ. അല്ലാഹുവേ അവരിൽ പല രോഗികളാണ്, സുഖമില്ലാത്തവരാണ്, നീ മോചിപ്പിക്കണേ പടച്ചവനെ. അവർക്ക് എല്ലാവിധ ഹിഫാലത്തും നീ നൽകണേ പടച്ചവനെ. അല്ലാഹുവേ എല്ലാവിധ ഹിഫാലത്തും നീ നൽകണേ പടച്ചവനെ. അല്ലാഹുവേ നിരപരാധികളെ നീ സഹായിക്കണേ പടച്ചവനെ.